ആക്രമിക്കാൻ അറബിക്കടലിൽ ആണവാന്തർവാഹിനി വിന്യസിച്ച് ബ്രിട്ടൻ. ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ സംവിധാനമുള്ള HMS ആൻസൺ എന്ന ആണവാന്തർവാഹിനിയാണ് ബ്രിട്ടൻ വടക്കേ അറബിക്കടലിൽ വിന്യസിച്ചിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അത്യാധുനിക ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച ആണവ അന്തർവാഹിനി ബ്രിട്ടൻ അറബിക്കടലിൽ വിന്യസിച്ചു. ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിൽ ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. മേഖലയിൽ യുദ്ധസാഹചര്യം രൂക്ഷമാകുകയാണെങ്കിൽ ഏതു നിമിഷവും ഇറാന് നേരെ മിസൈൽ ആക്രമണം നടത്താൻ ഇതുവഴി ബ്രിട്ടന് കഴിയും. ലണ്ടനിലെ നോർത്ത്വുഡിലെ ബ്രിട്ടീഷ് സംയുക്ത സൈനിക ആസ്ഥാനവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നതിനായി അന്തർവാഹിനി ഇടയ്ക്കിടെ കടൽ ഉപരിതലത്തിലേക്ക് ഉയരുന്നുണ്ട്. ഓരോ 24 മണിക്കൂറിലും ഒരിക്കൽ മാത്രമാണ് അന്തർവാഹിനി കടൽ ഉപരിതലത്തിലെത്തുന്നത്. ഈ അന്തർവാഹിനിയിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള അനുമതി ആവശ്യമാണ്. പ്രധാനമന്ത്രി നൽകുന്ന ഉത്തരവ് ജോയിന്റ് ഓപ്പറേഷൻസ് മേധാവി വഴിയാണ് അന്തർവാഹിനിയിലേക്ക് കൈമാറുന്നത്. വെള്ളിയാഴ്ച ഹോർമൂസിൽ കപ്പലുകളെ തകർക്കുന്ന ഇറാന്റെ മിസൈലുകളെ ആക്രമിക്കാൻ US സൈനികർക്ക് ബ്രിട്ടൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. നേരത്തെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിരസിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ സഖ്യകക്ഷികൾക്ക് നേരെ പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെ ബ്രിട്ടൻ തീരുമാനം മയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് US-ന് RAF ഫെയർഫോർഡും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സംയുക്ത താവളമായ ഡീഗോ ഗാർസിയയും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.